അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ഫിൻസ കുക്കിംഗ് റെസിപ്പീസ്. ഞങ്ങൾക്കൊന്ന് പാലക്കാടേക്ക് യാത്ര പോയാലോ? ഇപ്പം ഞങ്ങൾ എറണാകുളത്ത് വെച്ചിട്ട് പാലക്കാടേക്ക് ഫാമിലി ആയിട്ട് ഇക്കാൻ്റെ ഫ്രണ്ട് ഉണ്ട് പാലക്കാട്, ജലാൽക്കാന്ന് പേരുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട, ഇത് മല കട്ട് ചെയ്തിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള റോഡാണ് കേട്ടോ. നല്ല രസം ഇതിലേക്ക് കൂടി പോകാൻ. ഞങ്ങളിപ്പോൾ പാലക്കാടുള്ള ജലാൽക്കാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കല്യാണം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ വൈകിട്ടാണ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജലാൽക്കൻ്റെ ഫാമിലിയും കൂടിയിട്ട് ഇഷ്ടം പോലെ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ വയറ് നിറച്ചും കഴിപ്പിച്ചു. ഇങ്ങനെ ജലാൽക്കാക്ക് ഭയങ്കര സ്നേഹമാണ് എൻ്റെ ഹസ്ബൻഡിനോട്. അപ്പോൾ നന്നിട്ട് ഞങ്ങളെ മൊത്തം എന്താ പറയണ്ടേ, നന്നായിട്ട് വേറെ നിറയെ കഴിപ്പിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. എന്തൊക്കെ വിഭവങ്ങളെന്ന് പറഞ്ഞാൽ എണ്ണയാത്തിയില്ല കേട്ടോ. അത്ര കൂടുതൽ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇത് നൂലപ്പം, അതിന് കൂട്ടാൻ വേണ്ടിയിട്ട് ബീഫ് കറി ഉണ്ട്. അതുപോലെ പിന്നെ അപ്പോൾ മട്ടൻ കറിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ അൽഫാം മന്തി ഉണ്ട്, സലാഡ്, മയോണൈസ്, ടൊമാറ്റോ സോസ്, അതുപോലെ പിന്നെ കൂന്തൽ റോസ്റ്റ് ഉണ്ട്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ചു കേട്ടോ. നന്നായിട്ട് വയറ് നിറപ്പിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ മലമ്പുഴ ഡാം കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴികളാണ് ഇത് കാണുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പാലക്കാടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ നല്ല രസമായിട്ട് തോന്നി. ചെറിയ ചെറിയ വീടുകളും അതുപോലെ കുറച്ച് കൃഷികളൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ കാണുന്നത്. കൃഷിയൊക്കെ കൂടുതൽ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ട, ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇടയ്ക്കൊന്ന് ഇളനീര് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ മലമ്പുഴ ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങളിവിടെ വരുന്നത്. എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും അറിഞ്ഞുകൂടാ. മുകളിലേക്ക് കൂടി പോകുന്ന റോപ്പ് വേയില്ലേ, അതിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റെപ്പും കയറിയിട്ട് മുകളിലോട്ടേക്ക് പോകുന്നത്. ഇതിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കണം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ പോവാം. ആദ്യം എനിക്ക് ഇതിൽ കയറണം എന്ന് വിചാരിച്ചപ്പം തന്നെ ഭയങ്കര പേടിയാണ് തോന്നിയത്. പക്ഷേങ്കിൽ ഇതിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്കിതിൽ നല്ലൊരു വൈബാണ് കേട്ടോ. താഴത്തുള്ളതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സഞ്ചരിച്ച് പോകാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ പോയിന്റിലേക്ക് കൂടിയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുന്നത്. താഴത്ത് എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോവാം. നല്ല സംസാരിച്ചിട്ട് നല്ല രസമാണ് പോകാൻ വേണ്ടിയിട്ട്. കാണാൻ ഇഷ്ടംപോലെ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. താഴത്തെ കൂടി ഡാമിലേക്ക് കൂടി പോവും. അതുപോലെ ഇത് കണ്ട ഗാർഡൻ ഉണ്ട്, വെള്ളം പോകുന്ന സ്ഥലമുണ്ട്, എന്തൊക്കെ ഉണ്ടെന്നറിയാം. നല്ല രസം ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാൻ. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണല്ലോ പോകുന്നത്. നല്ലൊരു വൈബാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു പൈസയെങ്കിലും ഇവിടെ എന്തായാലും വന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് നോക്കി കാണണം. ഇതിൽ രണ്ടാൾക്ക് വെച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. 3 പേർക്ക് ഇരിക്കാൻ പാടില്ല. 2 പേർ വെച്ചിട്ടാണ് ഇതിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. ഇത് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം വരക്കുണ്ട് കേട്ടോ. ഇതിങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. പല വഴിയിലേക്ക് കൂടിയും ഞങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. നല്ല രസമാണ് കാണാൻ. കണ്ട,
വെള്ളമൊക്കെ കണ്ട ഡാമൊക്കെ കാണിച്ചു തന്നിട്ട് അങ്ങനെ അതേ കൂടെ എങ്ങനെ പോകും. പറ്റുമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോവാം കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ല. ഇനി കുറച്ച് സമയം വീടിലേക്കൊന്ന് പോവാം. ഞങ്ങൾ രണ്ടുപേര് മാത്രം പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒന്നിച്ചുള്ളവരെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതിലേക്കൂടെയൊക്കെ പോകുന്നത് ആ വഴിയാണ് ഞങ്ങളിപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് മലമ്പുഴ ഡാമാണ് കേട്ടോ. ഇത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ, നല്ല രസമാണ് കാണാൻ. സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നടന്നിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നടന്നിട്ടൊന്നും നമ്മൾ നോക്കിക്കാണാൻ നിന്നിട്ടില്ല. സമയം കുറവായത് കാരണം ഞങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചെയ്തിട്ട് ഇവിടുന്ന് പോവാം. ഞങ്ങളെല്ലാവരും രണ്ട് പേര് വെച്ചിട്ട് ഇതിലേക്കൂടി യാത്ര ചെയ്തതിന് ശേഷം ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോവാം. ശേഷം ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെ ഫിഷ് അക്വേറിയം ഉണ്ട്. അവിടത്തേക്കാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഇവിടുത്തം വരെ വന്ന സ്ഥിതിക്ക് ഇതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല കാണാനുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഒരുപാട് കാണാനുണ്ട്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ കാണാത്ത മീനുകളൊക്കെ കണ്ടു. പല മാതിരിയുള്ള ഇഷ്ടം പോലെ ഫിഷുള്ള അക്വേറിയമാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾക്ക് ഈ ഫിഷൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. പല മാതിരി മീനുകളാണ് ഈ അക്വേറിയത്തിനുള്ളിൽ കാണുന്നത്. അപ്പോൾ എനിക്കിതൊന്നും പേരറിയില്ല. നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്കും എൻ്റെ ഇക്കാക്കും കണ്ണ് രോഗം ബാധിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ കണ്ണ് തുറക്കാത്ത. ശരിക്ക് രണ്ടുപേർക്കും കണ്ണിന് അസുഖമായിരുന്നു. ആമയൊക്കെ നീന്തി കളിക്കുന്നത് കണ്ട. ആമയുണ്ട്, നണ്ടുണ്ട്, പല മാതിരി മീനും ഇവിടെ ഉണ്ട്. സ്നേക്ക് ഫിഷ് ഉണ്ട്. ഇതാ തൊപ്പി വെച്ചിട്ടുള്ള ഫിഷ്, ഇതാ ഇങ്ങനെയുള്ളതുണ്ട്. പിന്നെ ഇത് ഗോസ്റ്റ് ഫിഷാണ് കേട്ടോ. ഇത് മറന്നു നിന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് ഗോസ്റ്റ് ഫിഷ് എന്നാണ്. വലിയൊരു പാലസ് അതിൻ്റെ ബേക്കിൽ ഇതിങ്ങനെ മറന്ന് നിൽക്കുക, ഗോസ്റ്റായിട്ട്. ഇത് സ്നേക്ക് ഫിഷ്. ഇതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നു. ഒരു ഫിഷ് പോലെ ഇല്ല അല്ലേ, പാമ്പ് പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ.
പല തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പല മോഡൽ മീനുകളും ഇവിടെ കാണുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ, ഇതൊക്കെ ഒന്ന് കണ്ട് നോക്കിയാലോ. ഇതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തോട്ടേക്കൊന്ന് ഇറങ്ങി. ഇവിടെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ചുറ്റി നടന്നിട്ട് പക്ഷേങ്കിൽ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളിതൊന്നും കാണാൻ നിന്നിട്ടില്ല. കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി, തിരിച്ചു പോയി. ഞങ്ങൾക്ക് 2 പേർക്കും കണ്ണ് രോഗം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫോട്ടോ ഒന്നും നിൽക്കാനൊന്നും ഒരിഷ്ടം ഉണ്ടായിരുന്നില്ല. മുഖമൊക്കെ ഇങ്ങനെ ഇറുങ്ങിയിട്ട് എന്തോ ഒരു മാതിരിയായിരുന്നു കാണാൻ. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ ഭയങ്കര ഫുഡ് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജലാൽക്കാൻ്റെ ഭാര്യയും കൂടിയിട്ട്. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഫുഡായിരുന്നു. നാടൻ ചോറും അതുപോലെ നാടൻ കറികളും മൊത്തം ഉണ്ട്. സാമ്പാർ അങ്ങനത്തെ ഐറ്റംസൊക്കെ മൊത്തം ഉണ്ട്. അതിൻ്റെ ഒന്നിച്ചിട്ട് ഫിഷ് ഫ്രൈയും പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ ബിരിയാണി. ഇത് ജലാൽഖാൻ്റെ മോളെ കുട്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്നത്തെ ദിവസം അതിൻ്റെ കേക്ക് മുറിക്കൽ പരിപാടിയാണ്. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 2 ദിവസമൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ കുടുംബ വീട്ടിലൊക്കെ പോയി അങ്ങനെയൊക്കെ എൻജോയ് ചെയ്ത് നല്ല രസമായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
താങ്ക്സ് ഫോർ വാച്ചിങ്.